നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര തീര ശുചീകരണ യജ്ഞദിനത്തിനോടനുബന്ധിച്ച് കടൽ തീരങ്ങൾ വിവിധ സംഘടനകൾ ശുചീകരിച്ചു. വേലായുധൻ പണിക്കശ്ശേരിയുടെ ചരമവാർഷികം ആചരിച്ചു. അന്തിക്കാട് KGM സ്കൂളിന്റെ 125-ാം വാർഷികത്തിന്റെ ഭാഗമായി നാടക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര തീര ശുചീകരണ യജ്ഞദിനത്തിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷന്റെയും വലപ്പാട് ലോക്കൽ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണ റാലി നടത്തി. തുടർന്ന് തളിക്കുളം സ്നേഹതീരം ശുചീകരിച്ചു. ചവക്കാട്, കുന്നംകുളം, വലപ്പാട്, തൃശൂർ ഈസ്റ്റ് ഉപജില്ലകളിലെ 25 വിദ്യാലയങ്ങളിൽ നിന്നായി 300 സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളും 50ഓളം അധ്യാപകരും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും ശക്തൻ തമ്പുരാൻ റോവർ ക്രൂവും പൊതുപ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കാളികളായി. 52 ചാക്ക് നിറയെ പ്ലാസ്റ്റിക് മാലിന്യമാണ് തീരത്തു നിന്നും ശേഖരിച്ചത്. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കല ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം AM മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. മുൻ തൃശൂർ MP TN പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണർ അനിത C മാത്യു പദ്ധതി വിശദീകരിച്ചു. വലപ്പാട് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി KL മനോഹിത് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മീഷണർ PV ബീന, റോവർ ലീഡർ MV സുന്ദരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S പ്രമോദ്, PR പ്രിയ, PY ഷമീറ, MA റിൻസി, ലിഷ, കല, രാം നവാസ്, KV ഷീജ, ബാസ്റ്റ്യൻ, ഷബോൺ J താടിക്കാരൻ, MK റിനി, മുഹമ്മദ് റാഫി, സ്വാതി സ്വാമൻ, പ്രത്യൂഷ എന്നിവർ സംസാരിച്ചു. സൂക്ഷിക്കേണ്ടുന്ന ആവശ്യകത പൊതുജനത്തിനെ ബോധ്യപ്പെടുത്തുന്നതിനും കൂടിയാണ് ഇന്ന് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ ഇത്തരത്തിലുള്ളൊരു പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കടൽ തീരങ്ങൾ ശുചിയായി സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാണ് എന്നുള്ള രീതിയിൽ പൊതുമുതലുകളെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള കുട്ടികളാണ് എന്ന രീതിയിലാണ് അവർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. LDF എടതുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട ജാഥയ്ക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ക്യാപ്റ്റനും KC ശിവരാമൻ വൈസ് ക്യാപ്റ്റനും TK ചന്ദ്രബാബു മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം ചന്ദ്രാപിനി സെന്ററിൽ CPI ജില്ലാ കൌൺസിൽ അംഗം KP സന്ദീപ് നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം മഞ്ജുള അരുണൻ, ലോക്കൽ സെക്രട്ടറിമാരായ AV സതീഷ്, ഷീന വിശ്വൻ, CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൽ സമദ്, TA അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 9-ന് ചാമക്കാലയിൽ നിന്ന് ജാഥ ആരംഭിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കും, വിഴിഞ്ഞത്തേക്ക് റെയിൽപാത വരും, ചരക്കു ഗതാഗതം സുഗമമാകും, ചെലവ് കുറയും. അത് നമ്മുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടായിരുന്നു. ആ കാഴ്ചപ്പാട് അക്ഷരം പ്രതി ശരിവെക്കുന്ന നിലയിൽ വിഴിഞ്ഞത്തെ ജനത ചേർന്നു നിന്നു. വികസന പ്രവർത്തനം യാഥാർത്ഥ്യമായി. ഇന്ന് ലോക തുറമുഖ ഭൂപടത്തിലെ 1-ാം നമ്പർ പേരായി വിഴിഞ്ഞം മാറി. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പലപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നത് വലിയ വലിയ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തവരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൽ നിന്നും മാറി ലോകം ശ്രദ്ധിക്കുന്ന സുപ്രധാനമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞു. ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS യൂണിറ്റും തൃശൂർ IMAയുമായി സംയോജിച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചാഴൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് കവിതാ കൃഷ്ണൻ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഇൻചാർജ് നൈസൻ പൗലോസ്, സ്കൂൾ മാനേജർ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, IMA മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലഗോപാൽ, പ്രധാനാധ്യാപിക TS സുനി, സ്റ്റാഫ് സെക്രട്ടറി രഞ്ജു P രവി എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ EA ഷൈനി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് KGM സ്കൂളിന്റെ 125-ാം വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന നാടക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ന്
പാടില്ലല്ലോ. എല്ലാവരും പാട്, നന്നായിട്ട് പാട്. വിദ്യാലയ അങ്കണത്തിൽ തന്നെ താമസിച്ച് 103 വിദ്യാർത്ഥികൾ 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തു. പാട്ടുകൾ, പറച്ചിലുകൾ, അഭിനയം, കഥാപാത്ര രൂപീകരണം എന്നീ മേഖലയെ കുട്ടികൾ സ്വയം വികസിപ്പിച്ചെടുക്കാനാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത്. ചിട്ടയായ താളത്തിൽ പാട്ടുകൾ അവതരിപ്പിച്ച് ക്യാമ്പിലുടനീളം താളബോധത്തെ ആസ്പദമാക്കിയാണ് അഭിനയത്തിൽ കുട്ടികളെ എത്തിച്ചത്. അതിനായി വ്യത്യസ്തങ്ങളായ തിയേറ്റർ ആക്ടിവിറ്റികളാണ് 20 അംഗങ്ങൾ വീതമുള്ള 5 ഗ്രൂപ്പുകളിൽ സംഘടിപ്പിച്ചത്. നാടക ചലച്ചിത്ര സംവിധായകൻ വൈശാഖ് അന്തിക്കാടാണ് ഖോയ്ദെ ക്യാമ്പിന്റെ ഡയറക്ടറും പരിശീലകനും. ക്യാമ്പിൽ കുട്ടികളോടൊപ്പം അഭിനയ മേഖലയുടെയും കലയുടെയും അനുഭവങ്ങൾ പങ്കുവച്ച് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സത്യനന്ദിക്കാട് എത്തി. ക്യാമ്പിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ച അദ്ദേഹത്തോടൊപ്പം കുട്ടികളുമായി മുഖാമുഖം വർത്തമാന പരിപാടിയും സംഘടിപ്പിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ അന്തിക്കാട് പോലത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് കുറെ സിനിമകൾ സംവിധാനം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലേ? പോയിട്ട് പ്രത്യേകിച്ച് പാരമ്പര്യമൊന്നും ഇല്ലാത്ത കുടുംബമാണ് എൻ്റെ, കലാപാരമ്പര്യമൊന്നും ഇല്ലാത്ത കുടുംബമാണ്. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു മോഹം വരികയാണ്, നമുക്ക് ആരാവണം എന്നൊരു ചിന്ത തോന്നാണ്. അപ്പൊ അത് ആദ്യം തൊട്ട് എനിക്ക് തോന്നിയത് സിനിമാ സംവിധായകനാവണമെന്നാണ്. ചിലർക്ക് ഡോക്ടർ ആവണം തോന്നും, ചിലർക്ക് വരയ്ക്കാൻ തോന്നും, ചിലർക്ക് ആർട്ടിസ്റ്റ് ആവും, പാട്ടുകാരനാവാൻ തോന്നും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മോഹങ്ങളുണ്ടാവും. അപ്പൊ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം. എപ്പോഴായാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ പഠിക്കണം, വളരെ കൃത്യമായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, അതൊക്കെ ശരി തന്നെയാണ്. അതിന്റെ കൂടെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കണം, നമുക്ക് എന്തായി തീരണം, ആരായി തീരണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. എനിക്കൊരു 8ാം ക്ലാസ് തൊട്ട് സിനിമ സംവിധായകനാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ജീവിതത്തിൽ ഒരു കാലത്ത് മറക്കില്ല. പഴമയെ പരിചയപ്പെടുത്തിയും ഡിജിറ്റൽ യുഗത്തിലെ ആൻഡ്രോയിഡ് ഗെയിം ലോകത്തുനിന്ന് കുട്ടികളെ പൂർണ്ണമായും വ്യക്തിത്വ വികാസത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും ക്യാമ്പിനുണ്ട്. രാത്രി രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും PTA-യും ചേർന്ന ക്യാമ്പ് ഫയറും നടന്നു. തുടർന്ന് കുട്ടികൾ പാട്ടുകളിൽ നിന്ന് കഥ മെനഞ്ഞെടുത്ത് ആ കഥാപാത്രങ്ങളെ ചേർത്ത് 5 നാടകാവതരണങ്ങൾ നടത്തി. ക്യാമ്പിൽ സംവിധായകനും വാദ്യകലാകാരനുമായ മണികണ്ഠൻ അടാട്ട്, നാടക അഭിനേത്രി കാവ്യ M, നാടൻ പാട്ടുകലാകാരൻ കാശിനാഥൻ താണിക്കുടം തുടങ്ങിയവർ വ്യത്യസ്ത മേഖലകളിൽ പരിശീലനം നൽകി. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് ലിയോ, വൈസ് പ്രസിഡന്റ് അജീഷ, MPTA പ്രസിഡന്റ് സൗമ്യ, കോർഡിനേറ്റർ സിന്ധു ടീച്ചർ, ആന്റണി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ക്യാപ്റ്റൻ FC ഫുട്ബോൾ ടീമിന് ജേഴ്സി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം 6ാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ആൽബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ടീം മാനേജർ ബ്രിൻഡോ നെല്ലിശ്ശേരി, ക്യാപ്റ്റൻ ആൽബിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. PA അസ്കർ, PS ആൻസൺ, നിൻഡോ മിൻഡോ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിനാകെ ഒരു റോൾ മോഡൽ ആകുന്ന വിധത്തിൽ നമ്മൾ എല്ലാ രംഗത്തും ഈ 5 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. റോഡുകൾ എടുക്കുകയാണെങ്കിൽ പരമാവധി എല്ലാ റോഡുകളും നമ്മൾ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി. സമഗ്ര പച്ചക്കറി കൃഷിയിലൂടെ വിഷരഹിത പച്ചക്കറി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് എല്ലാ വർഷവും എല്ലാ വീടുകളിലേക്കും നമ്മൾ 50ഓളം പച്ചക്കറി തൈ വിതരണം ചെയ്തിരുന്നു. ഏകദേശം 10ഓളം ക്ലബ്ബുകൾ നമ്മുടെ വാർഡിനകത്തുണ്ട്. ഏറെക്കുറെ 2 ക്ലബ്ബുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ക്ലബ്ബുകൾക്കും നമ്മൾ ജേഴ്സി വിതരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ 6ാം വാർഡിലെ ക്യാപ്റ്റൻ FC ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള ജേഴ്സി വിതരണമാണ് ഇവിടെ നടക്കുന്നത്. തൃശൂർ ജില്ലാ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം അന്താരാഷ്ട്ര സമുദ്രതീര ശുചീകരണ യജ്ഞം നടത്തി. വാടാനപ്പള്ളി ബീച്ച് മുതൽ തളിക്കുളം ബീച്ച് വരെ നടത്തിയ ശുചീകരണ യജ്ഞം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PV ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ IS സുദർശനൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് IA ബാലൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം KB ശ്രീജിത്ത്, സതീഷ് ചന്ദ്രബോസ്, KD കൃഷ്ണൻകുട്ടി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം IS അനിൽകുമാർ, മണികണ്ഠൻ ആലയിൽ എന്നിവർ സംസാരിച്ചു. പൂജ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കടലോരത്തെ മത്സ്യത്തൊഴിലാളികളും
കടലോരവാസികളും ആദരിക്കുന്നത്. ഈ ഒരു ആദരവ് ടൂറിസത്തിൻ്റെ ഭാഗമായും വികസനത്തിൻ്റെ ഭാഗമായും വലിയൊരു മാലിന്യ പ്രശ്നത്തിലേക്കാണ് ഭാരതത്തിലെ സമുദ്രമേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രതിവിധി എന്നോണമാണ് പ്രധാനമന്ത്രി സമുദ്ര ശുചീകരണ യജ്ഞം സീമാജാഗ്രൻ മഞ്ചിനോടും മത്സ്യപ്രവർത്തക സംഘത്തിനോടും ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നിരവധി വർഷങ്ങളായി പ്രധാനമന്ത്രി തന്നെ കവറുമായി മാലിന്യങ്ങൾ പറക്കി സമുദ്രം ശുചീകരിക്കുന്ന ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മണലൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ദീപം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റോബിൻ വടക്കേത്തല, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കവിത രാമചന്ദ്രൻ, ബിന്ദു സതീഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു, വാർഡ് കൺവീനർ ശശിധരൻ കൊട്ടേക്കാട്ട്, ലക്ഷ്മി പ്രിയ എന്നിവർ സംസാരിച്ചു. വരുന്നവരെ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുന്നവരെ അതൊക്കെ നമ്മളുടേതാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വൃത്തിയാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിന്റെ ഒരു പിന്നാമ്പുറ കഥയിലേക്ക് വരുമ്പോൾ ഈ വർഷം മണ്ഡല ഗ്രാമപഞ്ചായത്ത് എനിക്ക് തോന്നുന്നു റോഡിന്റെ പണിക്ക് ഉപാധ്യക്ഷൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഈ മണ്ഡല ഗ്രാമപഞ്ചായത്ത് 12 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും അല്ലെങ്കിൽ മറ്റേ ഫണ്ടൊക്കെ ആയിട്ട് റോഡ് പണിക്ക് ഒരു വാർഡിലേക്ക് കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരു 2 കോടിയോളം രൂപയ്ക്ക് മുകളിൽ കൊടുത്തു. വനസമിതിയിലെ വികസന കമ്മിറ്റി കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച യോഗം കൂടിയിട്ട് വീണ്ടും ഒരു 10 ലക്ഷം രൂപയുടെയും റോഡിലേക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷം 22 ലക്ഷം രൂപ റോഡിലേക്ക് കൊടുക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് കൊടുക്കുന്നതല്ല, മണ്ഡല ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷം 1 കോടിയോളം രൂപ ഓൺ ഫണ്ടുള്ള ഒരു പഞ്ചായത്ത്, സ്വന്തമായിട്ട് നികുതി വരുമാനമുള്ള പഞ്ചായത്ത്. തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും തൃപ്രയാർ TSGAയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം തൃപ്രയാർ TSGAയും, 2-ാം സ്ഥാനം SN വിദ്യാഭവൻ ചിന്ത്രാപിനിയും, 3-ാം സ്ഥാനം ചന്ദ്രാപിനി ഹൈസ്കൂളും നേടി. ആൺകുട്ടികളുടെ വിഭാഗം 1-ാം സ്ഥാനം SDVHSS പേരാമംഗലവും, 2-ാം സ്ഥാനം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മതിലകവും, 3-ാം സ്ഥാനം SN വിദ്യാഭവനും കരസ്ഥമാക്കി. വിജയികൾക്ക് TSGA വൈസ് ചെയർമാൻ CM നൌഷാദ് സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുഖ്യാതിഥിയായി. ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ T വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ CS മണികണ്ഠൻ, CK മധു മാസ്റ്റർ, PC രവി, TK ദീപ, VU ഉണ്ണികൃഷ്ണൻ, VC രഞ്ജിത് സിംഗ് എന്നിവർ സംസാരിച്ചു. പ്രത്യേകിച്ച് TSGയുടെ ഒരു അംഗം എന്ന നിലയിൽ ഈ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾക്ക് അനുവദിക്കുകയും അത് മനോഹരമായി നടത്താൻ സാധിച്ചുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തി. രാവിലെ മുതൽ ഞാനൊക്കെ ഞങ്ങളുടെ TSGയുടെ ഭാരവാഹികളുമൊക്കെ ഉണ്ട്. TSGയെ സംബന്ധിച്ച് വോളിബോളാണ് ഞങ്ങൾ വ്യക്തപ്പെടുന്നത്. അത് ചെറിയ കളിയാണോ വലിയ കളിയാണോ എന്ന് നോക്കാറില്ല. ഏറ്റവും മനോഹരമായ വോളിബോൾ നടത്തുക, അതിനുള്ള സൗകര്യമൊരുക്കുക എന്ന TSGയുടെ ഓരോ അംഗത്തിൻ്റെയും ബാധ്യതയാണ്. ഒരിക്കൽ കൂടി മനോഹരമായ മത്സരങ്ങൾ കാഴ്ചവെച്ചത് ഭാവിയിലെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ, അനുജത്തിമാർ, നിങ്ങളോടാണ് ഏറ്റവും ഹൃദയമായ നന്ദി രേഖപ്പെടുത്താനുള്ളത്. തീർച്ചയായും പഠനത്തോടൊപ്പം കായിക രംഗത്തിൽ മികവ് ലഭിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വാർത്തകൾ തുടരുന്നു. ഫിഷറീസ് വകുപ്പും മണലൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് ജനകീയ വിശാല കാർപ്പ് മത്സ്യകൃഷി പദ്ധതിയിൽ 30,000 മത്സ്യക്കുഞ്ഞുങ്ങളെ സൗജന്യമായി വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷയായി. അക്വാകൾച്ചർ പ്രൊമോട്ടർ അംബി രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മത്സ്യകർഷകർ എന്നിവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. വേലായുധൻ പണിക്കശ്ശേരിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ മാനേജറുമായ PS രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരി അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി കുമാരി രാധാദേവി അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സി, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, അക്കാദമിക് ഡയറക്ടർ വിജയം TR, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ശരൺ AV, മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ, കോ കരിക്കുലർ കോർഡിനേറ്റർ സ്മിത NR എന്നിവർ വേലായുധൻ പണിക്കശ്ശേരിയെ അനുസ്മരിച്ച് സംസാരിച്ചു. പണിക്കശ്ശേരിയുടെ പത്നി ലീല ടീച്ചർ എന്നിവരുമുണ്ടായിരുന്നു. ശ്രീ വേലായുധൻ പണിക്കശ്ശേരിയെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒരു 8 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാനിവിടെ വരുമെന്നും അദ്ദേഹവുമായി സംവദിക്കുമെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അതൊക്കെ പെട്ടെന്ന് നടന്നൊരു കാര്യമാണ്. വിവേകാനന്ദ കേന്ദ്രം ഗുരുവായൂരിലൊരു ശാഖ തുടങ്ങുകയും അതിൽ കൂടുതലും കാര്യകർത്താക്കൾ ഈ ഏങ്ങണ്ടിയൂരിൽ നിന്നും, അതും ശ്രീ ഹരിലാൽജി പണിക്കശ്ശേരിയുടെ അനുഗ്രഹത്താലാണ് ഞാനിവിടെ ആദ്യമായി എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേർന്ന് ആദ്യമായി ഞാൻ ശ്രീ വേലായുധൻ പണിക്കശ്ശേരിയെ കാണുമ്പോൾ, അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മാനനീയ പരമേശ്വരൻജിയുമായുള്ള അനുഭവങ്ങളാണ് കൂടുതലും എന്നോടൊപ്പം പങ്കുവച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ധർണ KSTA ജില്ലാ ട്രഷറർ T വിനോദിനി ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ PB സജീവ്, TV ചിത്രകുമാർ, MD ദിനകരൻ, AV സുദർശിനി എന്നിവർ സംസാരിച്ചു. TR രാകേഷ്, സ്മിത മേനോൻ, ലയ KR എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആശ്വാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ബീച്ച് യോഗിനി മാതാ ബാലാശ്രമം സന്ദർശിച്ചു. ബാലാശ്രമത്തിലെ കുട്ടികളുമായി മധുരം പങ്കിട്ടാണ് BVM വിദ്യാർത്ഥികൾ കൂടിക്കാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചത്. പലചരക്കും പഠനോപകരണങ്ങളും നൽകി. BVM വിദ്യാർത്ഥികളും ആശ്രമം വിദ്യാർത്ഥികളും ചേർന്ന് കലാകായിക പരിപാടികൾ അവതരിപ്പിച്ചു. ബാലാശ്രമം പ്രവർത്തകരായ PR രവി, ധനേഷ്, പത്മകുമാർ, വിദ്യാർത്ഥിനികളായ നൗമി, റോഷ്നി എന്നിവർ സംസാരിച്ചു. ഷിജു TV, അഖിൽ PB, നീന KS, തസ്ലിമ എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. ഭാരത് വിദ്യാമന്ദിറിലെ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഒരു പുതിയൊരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതായത് ഞങ്ങളിലുള്ള ഓരോരുത്തരായിട്ടാണ് ഞങ്ങൾ ഇവരെല്ലാവരെയും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. വിദ്യാമന്ദിരത്തിലെ കുട്ടികൾ, അതുപോലെ തന്നെ കൂട്ടായ്മ, നമ്മുടെ ബാലസഹത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർക്ക് പഠനോപകരണങ്ങൾ, ഭക്ഷണം, അതുപോലെ തന്നെ ടേബിള്, കസാര, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ആ സ്കൂളിൽ നിന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഹർഷാരവം നാട്ടിക SN ഹാളിൽ വെച്ച് നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് KK, ജനപ്രതിനിധികളായ മണികണ്ഠൻ, റസീന ഖാലിദ്, സുരേഷ് ഇയാനി, ഐഷാബി ജബ്ബാർ, ഗ്രീഷ്മ സുഖിലേഷ്, P. വിനു, ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് എന്നിവർ സംസാരിച്ചു. അലക്സാണ്ടർ ഗ്രാമൻ എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ നമുക്കെല്ലാവർക്കും അറിയാം. ടെലിഫോൺ കണ്ടുപിടിച്ച അദ്ദേഹം അത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മക്ക് ചെല്ലി കേട്ടില്ല. കല്യാണം കഴിച്ച ഭാര്യക്ക് സംസാരിക്കാൻ കഴിയില്ല, ചെല്ലി കേട്ടില്ല. പിന്നെ അദ്ദേഹം ആലോചിച്ചത് എന്താണ്? ഇതേപോലെ എത്രയോ ആളുകൾ, എൻ്റെ അമ്മയെ പോലെ എത്രയോ അധികം ആളുകൾ, അമ്മമാരും ഇങ്ങനെ സംസാരമൊക്കെയാണ് ചെവിയൊക്കെ കഴിയാട്ടിരിക്കുന്നത്. പ്രമുഖ ചരിത്ര ഗ്രന്ഥകർത്താവായിരുന്ന വേലായുധൻ പണിക്കശ്ശേരിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. BLS ഏങ്ങണ്ടിയൂരിൽ നടന്ന അനുസ്മരണ ചടങ്ങ് പ്രസിഡന്റ് OK പ്രൈസൺ ഉദ്ഘാടനം ചെയ്തു. മുഖ്യ രക്ഷാധികാരി മനോജ് തച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. 66 ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ച വേലായുധൻ പണിക്കശ്ശേരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ്, VS കേരളീയൻ അവാർഡ്, PS സെയ്ദ് മുഹമ്മദ് സ്മാരക അവാർഡ്, NK ഫൗണ്ടേഷൻ അവാർഡ്, ചരിത്ര പഠന അവാർഡ് തുടങ്ങിയ ഒട്ടേറെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. ചടങ്ങുകൾക്ക് സത്യകാമൻ മാട്ടുമ്മൽ, സജി എളാണ്ടശ്ശേരി, രാജൻ കാണത്ത്, ഷൺമുഖൻ പണിക്കശ്ശേരി, N. നന്ദകിഷോർ എന്നിവർ നേതൃത്വം നൽകി. ആത്മ പദ്ധതി 2025-26 പ്രകാരം ജില്ലയ്ക്കകത്തുള്ള കർഷകരുടെ പരിശീലന പരിപാടിയുടെ ഭാഗമായി മണലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നെൽ കർഷകർക്കുള്ള ക്ലാസ് സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയുടെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. അന്തിക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഹെന അധ്യക്ഷയായി. കൃഷി ഓഫീസർ എലിസബത്ത്, മണലൂർ താഴംപടവ് പ്രസിഡന്റ് MB മോഹനൻ എന്നിവർ സംസാരിച്ചു. പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത കർഷകർക്ക് സർട്ടിഫിക്കറ്റ്, സ്യൂഡോമോണസ്, സമ്പൂർണ്ണ എന്നിവ വിതരണം ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തൃശൂർ ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ നാട്ടിക ബീച്ച് വൃത്തിയാക്കൽ യജ്ഞവും കണ്ടൽക്കാട് വെച്ചുപിടിപ്പിക്കലും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റത്തോഡ് അധ്യക്ഷയായി. പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെരുപ്പുകൾ, പേപ്പർ, ഗ്ലാസ്, തെർമോകോൾ, പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടുന്ന 310 കിലോ മാലിന്യങ്ങളാണ് തരംതിരിച്ച് നീക്കം ചെയ്തത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരണത്തിനായി നാട്ടിക MCF-ൽ എത്തിച്ചു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സമാഹരിച്ച കണ്ടൽ ചെടികളാണ് ബീച്ചിന് സമീപം നട്ടുപിടിപ്പിച്ചത്. SN കോളേജ് നാട്ടിക, വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ശ്രീരാമ പോളിടെക്നിക് തൃപ്രയാർ, ഗവൺമെന്റ് ഫിഷറി സ്കൂൾ നാട്ടിക എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും നാട്ടിക പഞ്ചായത്തിലെ ഹരിതകർമ്മസേന, പഞ്ചായത്ത് ജീവനക്കാർ, നാട്ടിക മത്സ്യഭവൻ, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നീ ഓഫീസുകളിലെ ജീവനക്കാരും മണപ്പുറം വൈമാൾ ജീവനക്കാരും മറ്റു സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. Proud of you that all the participants such as Harita Karma Sena, from the students, from the other volunteers also, school volunteers, high school volunteers have joined here in the large number for this beach cleaning drive. That is really inspiring. As we already know that our environment is getting
it's really beautiful, but nowadays it is getting these cars, especially the beaches, of the pollution, especially the plastic pollution, microplastic pollution, and these things. വോട്ട് ചോരി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ കയ്പമംഗലത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. ജനാധിപത്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രാപിനി സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന നൈറ്റ് മാർച്ച് കാളമ്പ്രയിൽ സമാപിക്കും. ജനാധിപത്യ സംരക്ഷണത്തിനായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ 1000-ലധികം പേർ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണ വേദി ഭാരവാഹികളായ CJ പോൾസൺ, CB അബ്ദുൽ സമദ്, KK സക്കറിയ, MU ഉമറുൽ ഫാറൂഖ്, PM ഉസ്മാൻ, PMS ആബിദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം മഹ്ലറ ജുമാ മസ്ജിദിന് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ 101ാമത് ആണ്ട് നേർച്ചയും മതപ്രഭാഷണവും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4:30 കൊടിയുയർത്തൽ, രാത്രി 7 ഖതമുൽ ഖുർആൻ മജ്ലിസ്, തിങ്കളാഴ്ച രാവിലെ ഹമദാനി മൗലിദ് പാരായണം, തുടർന്ന് ദുആ മജ്ലിസ്, രാവിലെ 10 മുതൽ 11 വരെ നേർച്ച ഭക്ഷണ വിതരണം, രാത്രി 8 മണിക്ക് അബ്ദുൽ ബഷീർ നദ്വിയുടെ മതപ്രഭാഷണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മഹല്ല് ഭാരവാഹികളായ TA മുഫ്തിക്കർ അഹമ്മദ്, PA മുഹമ്മദ് ഹാജി, EK മുഹമ്മദ് ഉണ്ണി എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി തലാപുരം ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ പ്രത്യേക നവരാത്രി പൂജകൾ ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 22-ന് രാത്രി 7-ന് പ്രഭാഷണം, 23-ന് രാത്രി 7-ന് ശാസ്താംപാട്ട്, 24, 25, 26 തീയതികളിൽ രാത്രി 7-ന് ഭജന, 27-ന് രാത്രി 7-ന് ഭക്തിഗാനസുധ, 28-ന് പഴയ മനോജ് തിയേറ്റർ മൈതാനത്ത് രാത്രി 7-ന് ഭക്തിഗാന ഭജൻ സന്ധ്യ, 29-ന് രാത്രി 7-ന് വീരനാട്യം, 30-ന് രാത്രി 7-ന് നൃത്തനൃത്യങ്ങൾ, ഒക്ടോബർ 1-ന് രാത്രി 7-ന് സിനിമാ പിന്നണി ഗായകൻ രമേശ് പഴയന്നൂരും സിനിമാ സീരിയൽ താരം വസന്ത പഴയന്നൂരും നയിക്കുന്ന പടയോട്ടം ഫോക്ക് മെഗാ ഷോ, ഒക്ടോബർ 2-ന് രാവിലെ 7 മുതൽ വിജയദശമി പൂജ, വിദ്യാരംഭം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് K. ഗോപകുമാർ, സെക്രട്ടറി PR രാജേഷ്, ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരി സുശീല രവീന്ദ്രനാഥൻ, ജനറൽ കൺവീനർ വസന്ത ആത്മജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ കോസ്റ്റൽ റീജൻസി ക്ലബ്ബിൽ ആർപോ 2025 ഓണാഘോഷം നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അത് മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. എന്തായിരുന്നാലും ഇവിടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഞാൻ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം ഓണാഘോഷത്തിന് പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. വളരെ മനോഹരമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഭംഗിയോടെ ചിട്ടയോടെ അത് അതിൻ്റെ ആഘോഷത്തിൻ്റെ എല്ലാ തിമർപ്പോടും കൂടിയിട്ട് എല്ലാവർക്കും ഒത്തുചേരാനുള്ളൊരു സന്ദർഭം ഒരുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. ഓണം നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ആർദ്രതയാണ്. ഒരിക്കലും നമുക്ക് ഒരു മലയാളിക്ക് ഒരിക്കലും ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം മറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. കോസ്റ്റൽ റീജൻസി ക്ലബ്ബ് പ്രസിഡന്റ് TA ജയ്സൺ അധ്യക്ഷനായി. സെക്രട്ടറി PB സുബ്രഹ്മണ്യൻ, ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CV വിശ്വേഷ്, ട്രഷറർ ബിജു തോട്ടുങ്ങൽ, കമ്മിറ്റി അംഗങ്ങളായ AA ആന്റണി, അബ്ദുൽ മജീദ്, VR രാജേഷ്, ബിൽട്ടൺ M തച്ചിൽ, EV ഷെറിൻ, CP റോബിൻ, PN സുജിത്, AP രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഓട്ടൻതുള്ളൽ, തിരുവാതിരക്കളി, കുട്ടികളുടെ കലാപരിപാടികൾ, വിവിധ ഓണക്കളി മത്സരങ്ങൾ എന്നിവയുണ്ടായി. എന്തുകൊണ്ടോ എനിക്കറിയില്ല, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ ഭാവപകർച്ച എനിക്ക് യോഗ്യമായി തോന്നുന്നു. എന്തായാലും നമ്മുടെ ഗണപതി ഭഗവാൻ തന്നെ ഞാൻ കൈതൊഴുന്നേ. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മുറ്റിച്ചൂരിലെ പൊതുസാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന KK സൈതലവിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു.
അപ്പോൾ തന്നെ സമ്മതിക്കുകയായിരുന്നു. കാരണം സൈതലവിയുമായിട്ടുള്ള ബന്ധം നമ്മുടെ മുറ്റിച്ചൂര് മേഖലയിൽ അദ്ദേഹത്തെ പഴയ സഹപ്രവർത്തകരോടൊപ്പം അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി അർപ്പണബോധത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ്, നാടിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന അടിസ്ഥാന തത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, മുറ്റിച്ചൂരിനു വേണ്ടി നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയ നമുക്കൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ സഹോദരനാണ് പ്രിയപ്പെട്ട സീതലവി. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ്, സുനിൽ ലാലൂർ, ഉസ്മാൻ ഇടയാടി, ഇ രമേശൻ, VK മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. KK യോഗനാഥൻ, അഷറഫ് അമ്പയിൽ, അക്ബർ പട്ടാട്ട്, സലീഡശ്ശേരി, ശാന്ത സോളമൻ എന്നിവർ നേതൃത്വം നൽകി. അനുസ്മരണ യോഗത്തിൽ വെച്ച് അന്തരിച്ച ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് AP ഡെന്നിയുടെ കുടുംബത്തിന് VM സുധീരൻ ധനസഹായം കൈമാറി. മണലൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ ചിലവഴിച്ച് മണലൂർ ITIയിൽ പുതുതായി നിർമ്മിച്ച ട്രസ്റ്റ് വർക്കിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നല്ലി MLA നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ NV മീന, മണലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സതീഷ്, PTA ട്രഷറർ മനീഷ് പങ്കജ് P, സ്റ്റാഫ് സെക്രട്ടറി സുരേഷ്, ട്രെയിനീസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി കൃഷ്ണപ്രിയ രമേശ് എന്നിവർ സംസാരിച്ചു. അത് നമുക്ക് പെട്ടെന്ന് നൽകാൻ ആവശ്യമായ നടപടി നമുക്ക് എടുക്കാൻ കഴിയും. ഇവിടെ വികസന കാര്യങ്ങളിൽ ഒപ്പം ഉണ്ട് സർക്കാർ എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഗൗരവപ്പെട്ട കാര്യം 2-3 വട്ടം സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം, ഇവിടെ ഇപ്പോൾ ആകെ 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മെക്കാനിക്കൽ ഇതും പിന്നെ മോട്ടോർ വെഹിക്കിളിലാണ്. വേറെ 2 ട്രേഡും കൂടി നമുക്ക് വേണമെന്ന് നമ്മൾ പലവട്ടം സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ 2 ട്രേഡ് അനുഭവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അധ്യാപകർ വേണം, മറ്റ് സംവിധാനങ്ങൾ വേണം. LDF വലപ്പാട് പഞ്ചായത്ത് വികസന ജാഥ നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AG സുഭാഷ് അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ PS ഷജിത്, ജാഥ ക്യാപ്റ്റൻ TS മധുസൂദനൻ, വൈസ് ക്യാപ്റ്റൻ കിഷോർ വാഴപ്പള്ളി, ജാഥ മാനേജർ ഷിനിത ആഷിഖ്, PA രാമദാസ്, രജേഷ ശിവജി, VR മോഹൻദാസ്, രാജൻ പട്ടാട്ട്, സീന കണ്ണൻ എന്നിവർ സംസാരിച്ചു. VR ജിത്ത്, കണ്ണൻ പള്ളിത്തറ, സുജിന്ത് പുല്ലാട്ട്, ജിനചന്ദ്ര ബാബു, സത്യൻ അറയ്ക്കൽ, മുബീഷ് പനക്കൽ, ഷൈൻ ചരുവിൽ, വസന്ത ദേവലാൽ, സുധീർ കോലാന്ദ്ര, മനോജ് കൂടക്കര, ഹമീദ് തടത്തിൽ, CK ബേബി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. വീടില്ലാത്തവർക്ക് വീടുകൾ നൽകി. എടമുട്ടം കൊട്ടുക്കൽ ജോഷിയുടെ മകൻ ഗോപികൃഷ്ണ അന്തരിച്ചു. 36 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര തീര ശുചീകരണ യജ്ഞദിനത്തിനോടനുബന്ധിച്ച് കടൽ തീരങ്ങൾ വിവിധ സംഘടനകൾ ശുചീകരിച്ചു. വേലായുധൻ പണിക്കശ്ശേരിയുടെ ചരമവാർഷികം ആചരിച്ചു. അന്തിക്കാട് KGM സ്കൂളിന്റെ 125-ാം വാർഷികത്തിന്റെ ഭാഗമായി നാടക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.